Hallelujah. Hallelujah. I'm so glad that I am able to share from the Word of God this morning time. ഇന്ന് രാവിലെ സമയത്ത് ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കാനുള്ള അവസരം കിട്ടിയതിനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. Last week we heard a message whose title was Learning to Pray with Paul, Part 1. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട സന്ദേശത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: പൗലോസിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പഠിക്കുക, അതിന്റെ ഒന്നാം ഭാഗം. As I was preparing the message, initially I thought that in 2 parts I will be able to basically say quite a bit. ഞാൻ ഈ സന്ദേശത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ തലക്കെട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ 2 ഭാഗത്തിൽ തന്നെ പറഞ്ഞു തീർക്കാമല്ലോ എന്ന്. But now I am realizing, even if I go to some 15 or 20 parts, I will not be able to exhaust the kind of things which we can learn from Apostle Paul regarding prayer. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഇതാണ്, ഈ പ്രാർത്ഥനയെ കുറിച്ച് പൗലോസിന്റെ കയ്യിൽ നിന്നും പഠിക്കുവാനുള്ള കാര്യങ്ങൾ ഇത്രമാത്രം ഉണ്ടെന്ന് വെച്ചാല് ഒരു 15-20 സന്ദേശങ്ങൾ പറഞ്ഞാൽ പോലും അത് തീരുമോ എന്ന് സംശയമാണ്. So I have decided just to limit myself to one part today. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നത്തേക്ക് മാത്രമായിട്ട് ഞാൻ എന്നെ തന്നെ ഒതുക്കി ഒരു ഭാഗത്തിൽ മാത്രം എല്ലാം പറഞ്ഞ് ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. I may use few verses here and there, but basically I will focus on Philippians chapter 1 verses 9 to 11. ഞാൻ പല വേദഭാഗങ്ങളിൽ നിന്നും വേദവാക്യങ്ങൾ ഉപയോഗിക്കുമെങ്കിലും ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. And this is my prayer, that your love may overflow more and more with knowledge and full insight, to help you to determine what is best, so that in the day of Christ you may be pure and blameless, that you may be sincere and without offense till the day of Christ. Verse 11. Being filled with the fruits of righteousness, which are by Jesus Christ, unto the glory and praise of God. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. In the last few months, we had a series of messages about learning to pray from the prayer which Jesus Christ taught his disciples. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നമ്മൾ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിച്ച ആ കാര്യത്തിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. One very notable thing in that prayer is the kind of request which a disciple is making. ആ ഒരു പ്രാർത്ഥനയിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ ഒരു കാര്യം ഇതായിരുന്നു: ശിഷ്യന്മാർ പിതാവിനോട് ചോദിക്കുന്ന അഭ്യർത്ഥനകൾ ഈ പ്രാർത്ഥനയിൽ എന്തൊക്കെയായിരുന്നു എന്ന്. What is very surprising is they are basically asking that, oh Father in heaven, hallowed be your name be hallowed, your kingdom come, your will be done on earth. ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന യാചനകൾ ഇങ്ങനെയൊക്കെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ എന്ന്. We always thought that prayer was so that we would get something, but here Jesus Christ is teaching that we should pray that the Father would get something. അയ്യോ, നമ്മൾ വിചാരിച്ചിരുന്ന പ്രാർത്ഥന എന്ന് വെച്ചാല് നമ്മള് ചിലത് ചോദിച്ച് നമ്മൾ പ്രാപിക്കുക എന്നായിരുന്നല്ലോ. പക്ഷെ ഈ ഒരു പ്രാർത്ഥനയിൽ സ്വർഗീയ പിതാവിന് എന്തോ കൊടുക്കണമല്ലോ എന്നുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. Now, one of the biggest problems which the Christendom has done is to, not to learn the pattern what Jesus Christ was teaching us, but instead just verbatim say that prayer. ക്രിസ്തീയ ഗോളത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. ആ പ്രാർത്ഥനയുടെ രീതി മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ആ പ്രാർത്ഥനയെ അതേപടി ഉച്ചരിച്ച് അങ്ങ് പറയുക. So there are people who actually say this prayer maybe 10 times a day. അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയെ അതേപടി ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും ഉച്ചരിച്ചങ്ങ് പറയുന്നുണ്ട്. It's indeed a great tragedy when what Jesus Christ wanted us to learn as a pattern is just made into a kind of prayer which we say by rote. അപ്പോൾ യേശു ക്രിസ്തു ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു പ്രാർത്ഥനയുടെ രീതി നമ്മൾ മനസ്സിലാക്കി പഠിച്ച് അതേപോലെ പ്രാർത്ഥിക്കണം എന്നായിരുന്നു. പക്ഷേ ദുഃഖകരമായിട്ടുള്ള കാര്യം ഇതാണ്, നമ്മൾ ഈ പ്രാർത്ഥനയെ മനഃപ്പാഠമാക്കി അതിനെ ഒരു അർത്ഥമില്ലാതെ ഉച്ചരിച്ചങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And we think that, it's a kind of mantra which we should say after we have prayed. For example, we pray to the Lord, Lord, do this, do this, do this, do this, do this. And finally we seal it with. നമ്മള് ചിന്തിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ശേഷം അതിനെ സമാപ്തി കൊണ്ടുവരാൻ വേണ്ടി ഈ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന ഉച്ചരിച്ച് പറയണം. അതായത് നമ്മൾ ദൈവമേ ഇന്നത് ചെയ്യണേ, എനിക്ക് വേണ്ടി ഇന്നത് ചെയ്യണേ, അങ്ങനെ ചെയ്യണേ എന്നൊക്കെ യാചിച്ച് കഴിഞ്ഞിട്ട് അതിനെ സമാപ്തി കൊണ്ടുവരാൻ വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. So the great scandal which has happened is the disciples' prayer or the Lord's prayer, rather than becoming a pattern, has become an ending. അപ്പോൾ പ്രശ്നം വന്നിരിക്കുന്ന ഇതാണ്, ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രീതി മനസ്സിലാക്കുന്നതിന് പകരം ഇതൊരു സമാപ്തിയുടെ പ്രാർത്ഥനയായിട്ട് മാറിയിരിക്കുകയാണ്. Now there are some other people in the Christendom who pride themselves saying that, well, we know this is not just to be repeated, so they never repeat it. So rather, at least the other Christians were repeating it, so maybe there was some hope that they would at least remember some things by repeating. So here there are other group of Christians who are priding themselves in not repeating it. What's the big use of not repeating it? The greatest thing is to follow the pattern. അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ ഇതിനെ ഒരു ചൊല്ലാക്കി മാറ്റി അങ്ങ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ മറുവശത്ത് ക്രിസ്തീയ ഗോളത്തിൽ വേറെ ചില ആൾക്കാരുണ്ട്, അവര് അഭിമാനിക്കുന്ന കാര്യം ഇതാണ്, ഓ ഇതിങ്ങനെ ചൊല്ലിയിട്ട് വലിയ അർത്ഥമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ചൊല്ലാറേ ഇല്ല. പക്ഷേ കുറഞ്ഞ പക്ഷം ചൊല്ലുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഫലം ഇത് ചൊല്ലുന്ന ആൾക്കാരുടെ മനസ്സിൽ വന്നായിരുന്നേക്കാം എന്ന് നമുക്ക് ആശിക്കാം. പക്ഷെ ചൊല്ലുക കൂടിയില്ല എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയുടെ രീതി പോലും മനസ്സിലാക്കാതെ ആൾക്കാരെ പോകുന്നു. I believe that once in a while repeating the disciples' prayer or Lord's prayer is also good. At least we will remember some things. Once in a while, I think we should say, because in the Luke version of the Lord's prayer, it says,
you say like this. In the book of Matthew, it is something like this, pray like this. But in Luke, it said say. So it's okay to say it. It's not a sin to say the disciples' prayer. It's just that only saying is not going to help us. Never saying is also not going to help us. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയെ വല്ലപ്പോഴും ഒന്ന് പറയുക എന്ന് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അത് പറയുമ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പ്രാർത്ഥനയെ കുറിച്ച് എഴുതുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പറയുക എന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വണ്ണം പ്രാർത്ഥിക്കുക എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ അതിനെ എപ്പോഴും ചൊല്ലുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതെ ഇരിക്കുക. ഇത് രണ്ടും ശരിയല്ല. വല്ലപ്പോഴും ഇതിനെ പറയുന്നതും നല്ല കാര്യം തന്നെയാണ്, അതൊരു പാപമല്ല. Now, it is good to learn to pray. പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. Somehow we think that prayer is something which is just automatic, or it should be spontaneous. ചിലപ്പോൾ നമ്മൾ എങ്ങനെയോ നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യം അങ്ങ് കയറിയിരിക്കുവാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അത് അധികം അതിനെ ചിന്തിക്കുകയോ ഒരുങ്ങുകയോ വേണ്ടിയ ആവശ്യമൊന്നും ഇല്ല എന്ന്. You see, now there are people from our church kind of backgrounds who despise the people who pray written prayers or liturgy. നമ്മുടെ പോലത്തെ വിശ്വാസികൾ, നമ്മുടെ സഭാ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വിശ്വാസികൾ പലപ്പോഴും ഈ എഴുതപ്പെട്ട പ്രാർത്ഥനകളെ പുച്ഛിക്കാറുണ്ട്. You see, my grandmother died and she was buried this Tuesday, and I attended that funeral service which was held by Marthoma Church. കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ വലിയമ്മച്ചിയുടെ മരണം. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അമ്മച്ചിയുടെ ഫ്യൂണറൽ അടക്ക ശുശ്രൂഷ. അത് ഒരു മാർത്തോമ സഭയിലായിരുന്നു നടന്നത്. അതിന്റെ ആ ശുശ്രൂഷയിൽ ഞാനും പങ്കുചേർന്നായിരുന്നു. And I was so glad to hear some of the words which were being spoken by the Achans. Something to the effect which says, oh human beings, if this is how your end is, why should a wise man boast in his wisdom? Why should a rich man boast in his riches? Why should a powerful man boast in his power? It was so wonderful, well thought out, theologically deep things which were being spoken there. ആ ശുശ്രൂഷയില് അച്ഛൻ ചില കാര്യങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. അതിന്റെ ആ വാക്കുകൾ എത്ര വണ്ണമായിരുന്നു എഴുതപ്പെട്ടിരുന്നത്. വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഉദാഹരണത്തിന്, മനുഷ്യ, നിന്റെ അന്ത്യം ഇതാണെങ്കിൽ ജ്ഞാനിയായിട്ടുള്ളവനെ, നിന്റെ ജ്ഞാനത്തിൽ എന്തിന് അഭിമാനിക്കുന്നു? ധനവാന്മാരായിട്ടുള്ളവരെ, നിന്റെ ധനത്തിൽ നിങ്ങൾ എന്തിനു പ്രശംസിക്കുന്നു? എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. So, you see, now we confuse between spontaneous and heartfelt. പല പ്രാവശ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തീന്ന് വരുന്ന പ്രാർത്ഥനകളും സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന പ്രാർത്ഥനകളുമായിട്ട് നമ്മൾ ചിന്താക്കുഴപ്പത്തിൽ മിക്സപ്പ് തെറ്റിദ്ധരിക്കാം. Let me explain what I mean. ഞാൻ ഇതിനെ ഒന്ന് വിവരിച്ച് പറഞ്ഞോളട്ടെ. We think that just closing our eyes and saying whatever comes to our mind and heart at that time is a real prayer. നമ്മൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. കണ്ണടച്ചിട്ട് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ആ സമയത്ത് വരുന്നത്, അതൊക്കെ എടുത്ത് പറയുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന്. And maybe it would be nice if you can record your prayer, your personal prayer, and then hear it. Most often it would be a very confused and jumbled kind of thing. നമ്മുടെ പ്രാർത്ഥനകൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് കേൾക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുമാത്രം
ചിന്താക്കുഴപ്പവും ഒരു കുഴഞ്ഞു മറിഞ്ഞ കിടന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് എന്ന്. Of course, what we pray should come from our heart. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയങ്ങളുടെ അന്തരംഗത്തിൽ നിന്ന് തന്നെയായിരിക്കണം വരേണ്ടത്. Just because someone else has written a very wonderful prayer doesn't mean it will come out of your heart. വേറൊരു വ്യക്തി മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന എഴുതി വെച്ചിട്ട് അത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആ പ്രാർത്ഥന വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. For example, you after this last weeks and today's messages, you may start praying verbatim the Ephesians chapter 1 prayer, Ephesians chapter 3 prayer, Philippians chapter 1 prayer verbatim. But just because you pray that prayer, I don't think things are going to happen if it doesn't come from your heart. ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആഴ്ചത്തെ സന്ദേശത്തിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ എഫേസ്യർ 1-ലെയും എഫേസ്യർ 3-ലും എഴുതിയ പ്രാർത്ഥനകളെ അതേപടി എടുത്ത് പ്രാർത്ഥിച്ചെന്നിരിക്കും. പക്ഷേ നിങ്ങൾ അതേപടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും വരുന്ന പ്രാർത്ഥനയായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. The point I'm making is the prayer should, number one, come out of the heart, but number two, should go through our mind. It should be, well thought out prayer. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന പ്രാർത്ഥനകൾ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം. അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ശരിയായിട്ട് ചിന്തിച്ചിട്ട് കൊണ്ടുവരുന്ന പ്രാർത്ഥനകളായിരിക്കണം. Just last 1 or 2 weeks back, I had to write a letter to the Vice Chancellor, to the Chief Secretary of Tamil Nadu. I had to write a letter. And I just didn't write the letter chuma, I thought about what I'm going to write. I corrected, I deleted, I added, and then I said certain things which I wanted to say. I thought whether writing it this way will be better or writing it this way will be better. Then I decided on that, one way, and that is how I wrote a letter to the Chief Secretary. How much more, I can just, continually say, I am like a kochumoan to my father. I can say anything. Okay, you can say, but your father is not only your father, he is also the Almighty God. Please look at the kind of prayers which Apostle Paul and others are praying. Do you think he just spoke it, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ഒരു കോളേജിലെ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി തമിഴ്നാട്ടിലെ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിക്കും അതേപോലെ തന്നെ വേറൊരു വൈസ് ചാൻസലർക്കും ഞാൻ ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്ത് എഴുതുമ്പോൾ അവർക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കി പല പ്രാവശ്യം ഞാൻ തിരുത്തി ഒക്കെയാണ് അവസാനമായിട്ട് ആ എഴുത്ത് അയച്ചത്. അപ്പോൾ അവർക്ക് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടിയൊക്കെ ഇത്രയും ഞാൻ ചിന്തിച്ചും മനസ്സിലാക്കിയും തിരുത്തിയും ഒക്കെ ഞാൻ ഈ കത്ത് എഴുതുമെങ്കിൽ എന്തുമാത്രം നമ്മുടെ സ്വർഗീയ പിതാവിനോടുള്ള അഭ്യർത്ഥനകളും യാചനകളും നമ്മൾ എന്തുമാത്രം ചിന്തിച്ചു വേണം എഴുതാൻ. നമ്മള് പല പ്രാവശ്യം ഇങ്ങനെയാ ചിന്തിക്കുന്നത്, അയ്യോ പിതാവേ ഞാനൊരു കൊച്ചുകുട്ടിയാണ്, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ തോന്നിയത് മനസ്സിൽ വരുന്നത് അങ്ങ് പ്രാർത്ഥിച്ചെന്നിരിക്കും. പക്ഷെ നമ്മുടെ പിതാവ് ദൈവം കൂടി ആയതുകൊണ്ട് എന്തുമാത്രം നമ്മള് ചിന്തിച്ചിട്ട് ഒരുക്കത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. പൗലോസിന്റെ പ്രാർത്ഥനകളിലും ഈ കാര്യങ്ങൾ പ്രതിബിംബിക്കുന്നുണ്ട്. Please understand, I am not talking about praying with flowery words. I am not talking about grammar mistakes. I am saying about thinking before praying. നിങ്ങൾ ശ്രദ്ധിക്കണം, അലങ്കാര പദങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയോ വ്യാകരണമൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ ഭാഷ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ശരിയായിട്ട് ചിന്തിച്ചിട്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. Now, in Philippians 1:9-11, we can see a very wonderful prayer.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വളരെ നല്ല ചില പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. We see that it is a connected prayer. ഇത് പരസ്പരമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന തന്നെയാണ്. Because Paul says, I pray for this, so that you can do this, so that this thing, and so that this will happen. So there is it's a connected prayer. അപ്പൊ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നത് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. So just so that we all can understand this prayer better, I would like to divide this, basically what Paul is asking, into 5 parts. പൗലോസിന്റെ ഈ പ്രാർത്ഥന നമുക്കൊന്ന് നല്ലതുപോലെ മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഈ പ്രാർത്ഥനയെ 5 ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. Even that 5 parts, each part may have little additions here and there. ഈ 5 ഭാഗങ്ങളിൽ പോലും കുറച്ച് അവിടെ ഇവിടെയുമായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ചേർക്കേണ്ടതായിട്ടുമുണ്ട്. Okay. So what is Paul praying here for the Philippians? അപ്പോൾ ഫിലിപ്പിയയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് എന്തുവാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്? Now before I come to what Paul is praying, let me quickly tell you some more things. പൗലോസ് എന്തുവാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഞാൻ വേറെ ചില കാര്യങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. Because in Philippians chapter 1 from verses 3 onwards, we can see that what Paul is praying for the people of Philippians is based on a very close relationship that he had with them. പൗലോസിന്റെ ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ഈ വിശ്വാസികളുമായിട്ടുള്ള ആഴത്തിലുള്ള അടുപ്പത്തിലുള്ള ബന്ധത്തിനെ ആസ്പദമാക്കിയായിരുന്നു ഈ പ്രാർത്ഥനകൾ. He thanks, verse 3, he says he thanks God every time he remembers them. 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്ദി പറയാറുണ്ട്. In verse 4 he says that I constantly pray with all joy. 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങളെ കുറിച്ച് നിരന്തരം ഞാൻ സന്തോഷത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. In verse 7 he says that you hold me in your heart. 7-ാമത്തെ വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്നു, നിങ്ങൾ എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാറുണ്ട്. And verse 8 he says, God is my witness how I long for all of you. 8-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു, ദൈവം എന്റെ സാക്ഷിയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്റെ ഹൃദയം വാഞ്ചിക്കാറുണ്ട്. In other words, Apostle Paul here is including thanksgiving, including joy, and then he is praying. In other words, he is following his own instructions to the Thessalonians, where he said, rejoice always, in everything give thanks, pray without ceasing. So, Paul was not just going around telling everybody, he is practicing it. പൗലോസിന്റെ ഫിലിപ്പിയർക്ക് എഴുതി ലേഖനത്തിലുള്ള ഈ പ്രാർത്ഥനകൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അതിൻ്റെ അകത്ത് സന്തോഷത്തിന്റെ കാര്യമുണ്ട്, എന്നിട്ട് പ്രാർത്ഥനയുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അവർക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം തന്നെ, അതായത് എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാത്തിലും സ്തോത്രം കരയറ്റുവീൻ എന്നുള്ള കാര്യം തന്നെ പൗലോസും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. Let me tell you something which I feel. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. I am very skeptical of people who are professional prayers, in the sense they can pray for anybody at the drop of a hat, ആർക്കു വേണ്ടിയും എന്തും ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ചില പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രാർത്ഥനക്കാരുണ്ട്. അവരെ കാണുമ്പോൾ എനിക്ക് സംശയത്തിന്റെ ഒരു നോട്ടം തന്നെയുണ്ട്. Now, I am not denying that certain people can have such large hearts that they can love and pray anybody, anywhere in the world, even without knowing their name, without seeing their face, knowing anything about them, and they can keep praying. But I think most people who are in that category are just
treating prayer as some kind of a job, whereas here it is in the context of a relationship. ഈ ലോകത്തില് ചിലപ്പോൾ ഇങ്ങനത്തെ വിശ്വാസികൾ ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ ഹൃദയം സ്നേഹം കൊണ്ട് ഇത്രയും നിറഞ്ഞിരിക്കുക, ഇത്രയും വലിയ ഹൃദയമാണെന്ന് വെച്ചാൽ അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയും ഭാരം വന്നിട്ട് അവർ വേണമെങ്കിൽ പ്രാർത്ഥിച്ചെന്നിരിക്കും. പക്ഷേ മറ്റു ചിലരുണ്ട്, അവരെ പ്രാർത്ഥനയെ ജോലിയായിട്ട് കണക്കാക്കിയിട്ട് അവർ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥന അങ്ങനെയൊന്നുമല്ല. So the first part of this prayer from verse 9 to 11, first part is Paul prays that their love may abound more and more. അപ്പോൾ ഈ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിലെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗത്തില് പൗലോസ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരട്ടെ. And the second part is this love should grow more and more so that they may be helped to determine what is best, so that they may approve things that are excellent. അപ്പോൾ ഈ സ്നേഹം വർദ്ധിച്ചു വന്നിട്ട് ഏറ്റവും മേൽത്തരമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതില് മുൻപോട്ട് പോകുവാൻ അവര് വർദ്ധിക്കട്ടെ എന്നുകൊണ്ടാണ് അടുത്ത പ്രാർത്ഥന. And the third part is, once that they understand what is best, they will be filled with fruit of righteousness. അങ്ങനെ ഈ മനസ്സിലാക്കലുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട കാര്യം എന്തുവാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ നീതിയുടെ ഫലത്തിൽ വർദ്ധിച്ച് നിറഞ്ഞു വരട്ടെ എന്നാണ് പൗലോസിന്റെ അടുത്ത പ്രാർത്ഥന. Once they are filled with fruit of righteousness, they will be pure and blameless when Jesus Christ comes again. അങ്ങനെ അവർ നീതി ഫലത്താൽ നിറയപ്പെടുമ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവര് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയി ഇരിക്കും. And when that happens, when the believers are pure and blameless in the day of Christ, what will happen? It will result in glory and praise of God. അങ്ങനെ ക്രിസ്തുവിന്റെ നാളിൽ അവർ നിർമ്മലന്മാരായും ഇടർച്ചയില്ലാതെ ആയി ഇരിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനും ആയിത്തീരും. Oh, so now let us take this prayer backwards. Actually, Paul is praying the kind of prayer which Jesus taught. He is also praying for the glory and praise of God. അയ്യോ, ഇതെത്ര മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പ്രാർത്ഥനയെ നമ്മൾ തിരിച്ച് അവസാനം തൊട്ട് തുടക്കത്തിലേക്ക് തിരിച്ചു നോക്കുവാണെങ്കിൽ എത്ര മനോഹരമാണ്. ഇതേ രീതിയിൽ തന്നെയായിരുന്നല്ലോ യേശു ക്രിസ്തുവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. So now let's move backwards. Apostle Paul wants the name of the Lord to be glorified. നമ്മൾ ഈ പ്രാർത്ഥനയെ തിരിച്ച് അവസാനം തൊട്ട് നോക്കുവാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Now how can the name of Lord be glorified? ദൈവത്തിന്റെ നാമം എങ്ങനെയാണ് മഹത്വപ്പെടുമാറാകുന്നത്? Only when believers are going to be pure and blameless at the coming of Jesus. യേശു ക്രിസ്തുവിന്റെ ആ വരവില് വിശ്വാസികൾ നിർമ്മലന്മാരായും ഇടർച്ചയില്ലാതെയും ഇരിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കിട്ടുന്നത്. Now I am going backwards in the prayer actually. ഈ പ്രാർത്ഥനയെ ഞാൻ തിരിച്ച് അവസാനം തൊട്ട് തുടക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Now how can the believers be pure and blameless unless they are filled with fruit of righteousness in their life? അപ്പോൾ വിശ്വാസികൾ എങ്ങനെയാണ് നിർമ്മലന്മാരും ഇടർച്ചയില്ലാതെയും ഇരിക്കുന്നത്? അവർ നീതി ഫലത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ മാത്രമാണ്. Now how can they be filled with fruit of righteousness unless they are able to discern and understand what is excellent, what is it that pleases God, which are the choices which are good? അപ്പോൾ അവരെങ്ങനെയാണ് നീതി ഫലത്താൽ നിറയപ്പെടുന്നത്? അവര് പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചിട്ട് ദൈവത്തിന് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ. Now how can really people choose the best unless they are filled with love for God and love for other people? ഏറ്റവും മേൽത്തരമായിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെ? അതെങ്ങനെ സംഭവിക്കും? വിശ്വാസികൾ ദൈവത്തോടുള്ള സ്നേഹത്തിലും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും
വർദ്ധിച്ചു വരുമ്പോൾ മാത്രമേ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പുകൾ ചെയ്യാനും പറ്റത്തുള്ളൂ. And that is why Apostle Paul says, may the Lord make you increase and abound in love for one another. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് മറ്റുള്ളവരോ അന്യോന്യമുള്ള സ്നേഹത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും വർദ്ധിച്ചു വരുവാൻ ഇടയാക്കട്ടെ എന്ന്. Now, after Pastor Jeffy had taught us about prayer, Pastor Vinod taught us about love. പാസ്റ്റർ ജെഫി നമ്മളെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം പാസ്റ്റർ വിനോദ് നമ്മളോട് സ്നേഹത്തിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. Jesus Christ said, a new commandment I give you. യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. That you love one another as I have loved you. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവീൻ. Now, I do not know how many of you have understood this scandalous nature of this commandment, the enormity of this commandment. ഈ ഒരു കൽപ്പനയുടെ ഒരു എത്രമാത്രം അത് വലിപ്പവും മഹാത്മ്യമുള്ളതാണെന്ന് നിങ്ങളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. What was new about this commandment? ഈ ഒരു കൽപ്പനയിൽ എന്തുവായിരുന്നു പുതിയ കാര്യം അടങ്ങിയിട്ടുള്ളത്? Already in Leviticus chapter 19 verse 18 it was said that do not bear a grudge against one another and you love others as you love yourselves. ലേവ്യ പുസ്തകം 19:18 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, ഹൃദയത്തിൽ അവരോട് പക വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Love one another as you love yourselves. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. So the new thing here was not love one another. The new thing here was that love one another as I have loved you. അപ്പോൾ ഈ ഒരു കൽപ്പനയിലെ പുതിയ കാര്യം എന്തുവായിരുന്നു? അന്യോന്യം സ്നേഹിക്കണം എന്നല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന്. How did he love? യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? Oh, his love to us was in a different realm altogether. അയ്യോ, യേശുവിന്റെ നമ്മളോടുള്ള സ്നേഹം അതൊരു വേറെ തലത്തിൽ തന്നെയായിരുന്നു. Jesus Christ loved the ungodly, Romans chapter 5. ദൈവികത ഇല്ലാത്ത പാപികളായിട്ടുള്ള വ്യക്തികളെയാണ് യേശു ക്രിസ്തു സ്നേഹിച്ചിരുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. Jesus Christ did not only love the nice people, he loved the sinners. യേശു ക്രിസ്തു നല്ല വ്യക്തികളെ മാത്രമല്ല സ്നേഹിച്ചത്, യേശു ക്രിസ്തു പാപികളെ സ്നേഹിച്ചു. Jesus Christ did not love only his friends, he loved his enemies. യേശു ക്രിസ്തു തന്റെ സുഹൃത്തുക്കളെ മാത്രമല്ല സ്നേഹിച്ചത്, തന്റെ ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്നു. Jesus Christ washed the feet not only of Peter, but he washed the feet of Judas. പത്രോസിന്റെ കാലുകളെ മാത്രമല്ല യേശു ക്രിസ്തു കഴുകിയത്, യൂദായുടെ കാലുകളെയും യേശു ക്രിസ്തു കഴുകി. Jesus Christ healed not only people who came to him, but the last recorded healing is that of he healed the injured ear of the soldier who had come to arrest him unjustly. തന്റെ അടുത്തേക്ക് സൗഖ്യത്തിന് വേണ്ടി വന്ന ആൾക്കാരെ മാത്രമല്ല യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തിയത്, വചനത്തില് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ സൗഖ്യം തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന വ്യക്തികളിൽ ഒരു വ്യക്തിയുടെ ചെവിയെ മുറിച്ച ചെവിയാണ് യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തിയത്. Jesus Christ loved not only in words, but he gave his life as a sacrifice for us. യേശു ക്രിസ്തു തന്റെ വാക്കുകളിൽ മാത്രമല്ല സ്നേഹം പ്രകടിപ്പിച്ചത്, തന്റെ ജീവിതം തന്നെ ഒരു യാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും നൽകി. Jesus Christ's love was so much
that he loved his enemies. യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഇത്രമാത്രമായിരുന്നെന്ന് വെച്ചാൽ തന്റെ ശത്രുക്കളെ പോലും യേശു സ്നേഹിച്ചിരുന്നു. On the cross, the prayer which he said was not that, Father, please note all that they are doing and repay them. No, he said, Father, forgive them. They do not know what they are doing. ക്രൂശിൽ തന്റെ അവസാനത്തെ സമയത്ത് അവിടെ തൂങ്ങിക്കിടന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന ഇങ്ങനെയല്ലായിരുന്നു: പിതാവേ, അവരെന്തുവാ ചെയ്യുന്നതെന്ന് അങ്ങ് കാണുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് അവർക്ക് കൊടുക്കണമേ എന്നല്ലായിരുന്നു യേശു പ്രാർത്ഥിച്ചത്. ഇങ്ങനെയായിരുന്നു: പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്നാൽ അവരറിയുന്നില്ല, അവരെ ക്ഷമിക്കണമേ. So when Jesus Christ gives this new commandment to you and me, അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്കും എനിക്കും യേശു ക്രിസ്തു തരുമ്പോൾ what's our response? നമ്മുടെ പ്രതികരണം എന്താണ്? Cool. Simple. I can just love, അതൊക്കെ വളരെ സിമ്പിൾ അല്ലേ, എനിക്ക് സ്നേഹിക്കാമല്ലോ. My dear brother, my dear sister, you and I find loving our own wife or husband, our own children, our own church members, difficult. You and I find talking to our own church members difficult, because somebody hurt us, and then we are thinking that following this command is cool, is okay, we don't need any help. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, സഭാംഗങ്ങളെ ഒക്കെ സ്നേഹിക്കാൻ ഇത്ര പാടാണെങ്കിൽ, അയ്യോ ഇന്നാരെന്നെ മുറിവേൽപ്പിച്ചു, എനിക്ക് ആ വ്യക്തിയോട് മിണ്ടണ്ട എന്നൊക്കെ നമ്മൾ പറയുന്ന വ്യക്തികളാണെങ്കിൽ, നമ്മൾ യേശുവിന്റെ ഈ കൽപ്പന അതൊക്കെ സിമ്പിൾ ആണല്ലോ, എളുപ്പമായി എനിക്ക് ചെയ്യാം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? We need help, and that is why we need to pray. നമുക്ക് ദൈവത്തിന്റെ സഹായം കിട്ടിയേ മതിയാകൂ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാലേ മതിയാകൂ. As I have told and many people have told, even the alcoholics have some kind of love for one another. They say, you also have one peg. They also take that alcoholic to home when he is on the road. Jesus is not saying have that much love. He is saying love one another as I have loved you. ഞാൻ പല പ്രാവശ്യം ഞാനും മറ്റു പലരും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മദ്യപാനികൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ഇന്നാ ഒരു പെഗ് അടിച്ചോ, അല്ലെങ്കിൽ അവിടെ റോഡിൽ മത്ത് പിടിച്ച് കിടക്കുമ്പോൾ വീട്ടിൽ കൊണ്ടു പോകാറുണ്ട്. ഇങ്ങനത്തെ സ്നേഹത്തിനെ കുറിച്ചല്ല ഈ പറയുന്നത്. യേശു ക്രിസ്തു പറയുമ്പോൾ ആ സ്നേഹം വേറൊരു തലത്തിലുള്ള സ്നേഹമാണ്. A patient love. അത് ദീർഘക്ഷമയുള്ള സ്നേഹമാണ്. A kind love. അത് ദയ കാണിക്കുന്ന സ്നേഹമാണ്. A forgiving love. ക്ഷമിക്കുന്ന സ്നേഹമാണ്. A persevering love. അത് നിരന്തരം അത് വിട്ടുകൊടുക്കാതെ സ്നേഹിക്കുന്നതാണ്. Oh, how much help we need that we may love one another. അയ്യോ, അന്യോന്യം സ്നേഹിക്കാൻ മാത്രം നമുക്ക് എന്തുമാത്രം സഹായത്തിന്റെ ആവശ്യമുണ്ട്. Now Apostle Paul is not saying that these people were not loving one another. They were loving one another, but he's saying that your love may overflow more and more. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയല്ലേ പറയുന്നത്, ഇവര് അന്യോന്യം സ്നേഹിക്കുന്നില്ല എന്ന്. ഇവർ അന്യോന്യം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന ഇതായിരുന്നു: നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരട്ടെ എന്ന്. Now, when he is praying for love to overflow, what kind of love is he wanting? മേൽക്കുമേൽ ഈ സ്നേഹം വർദ്ധിച്ചു വരണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ ഇത് എങ്ങനത്തെ ഏത് തരം സ്നേഹത്തെ കുറിച്ചായിരുന്നു പൗലോസ് ആഗ്രഹിച്ചിരുന്നത്? This love should be based on the knowledge of God. ഈ ഒരു സ്നേഹം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആസ്പദമായിട്ടുള്ള സ്നേഹമായിരിക്കണം. With all insight and discernment. അതില് സകല വിവേകത്തിലും പരിജ്ഞാനത്തിലും ഉള്ള സ്നേഹമായിരിക്കണം. Let me give you two examples. ഞാൻ രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് തരട്ടെ.
Now, suppose there is a person who is well built and who has no physical problems, whom you know. നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ശരീരഘടനയൊക്കെയാണ്. And that person is simply lazy. ആ വ്യക്തി അലസനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചു. And because he is lazy, that person is not working. ആ വ്യക്തി അലസനായിട്ടുള്ള ഒരാളായതുകൊണ്ട് ജോലി ചെയ്യുന്നില്ല. And because that person is not working, that person is in trouble, that person's family is in trouble. അദ്ദേഹം ജോലി ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വളരെയധികം പ്രശ്നങ്ങളുണ്ട്. Now, how should our love abound to this person? ഇങ്ങനത്തെ ഒരു വ്യക്തിയോട് നമ്മുടെ സ്നേഹം എങ്ങനെ വർദ്ധിച്ചു വരണം? Apostle Paul says your love should abound with all knowledge and full insight. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ സ്നേഹം വിവേകത്തിലും പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരണം. Oh, so if our love is overflowing with knowledge and full insight, then we will know that those who don't work should not eat. അപ്പോൾ നമ്മുടെ സ്നേഹം വിവേകത്തിലും പരിജ്ഞാനത്തിലുമാണ് വർദ്ധിച്ചു വരുന്നതെങ്കിൽ ഇങ്ങനത്തെ മടിയനായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ശരിയായിട്ട് ഉള്ള രീതിയിൽ ആയിരിക്കണം നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്. They should not eat if they don't work. അവര് ഇങ്ങനത്തെ വ്യക്തി ജോലി ചെയ്തില്ലെങ്കിൽ അവര് ഭക്ഷണം കഴിക്കാൻ പാടില്ല. That's what is written in the word of God. അങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളത്. So it is not that my love should abound more and more and I should keep giving money to that person, because that is not love with all real knowledge and discernment. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹത്തില് ഞാൻ അങ്ങ് അദ്ദേഹത്തെ പണം കൊടുത്തങ്ങ് സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. എന്താന്ന് വെച്ചാൽ എന്റെ സ്നേഹം സകല പരിജ്ഞാനത്തിലും വിവേകത്തിലും വേണം വർദ്ധിക്കാൻ. Second example. രണ്ടാമത്തെ ഉദാഹരണം. Suppose you know a person who is a practicing homosexual. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹം സ്വവർഗരതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. And your love should abound for that person. ആ വ്യക്തിയോട് നിങ്ങളെ സ്നേഹം വർദ്ധിച്ചു തന്നെ വരണം. How should that love show itself? ആ ഒരു സ്നേഹം എങ്ങനെയായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത്? Should that love be so much that we will say, it's okay, what you're doing is okay? അപ്പോൾ ഈ വ്യക്തിയോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നിട്ട് നമ്മൾ ഇങ്ങനെയാണോ പറയേണ്ടത്? ആ കുഴപ്പമില്ലെന്നേ, നിങ്ങൾ ചെയ്യുന്നത് കുഴപ്പമില്ല. If we say like that, that is not according to the true knowledge of God as revealed in the scriptures. നമ്മൾ അങ്ങനെ പറയുവാണെങ്കിൽ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്ന രീതിയിലുള്ള ശരിയായിട്ടുള്ള ദൈവ പരിജ്ഞാനത്തിലുള്ള സ്നേഹമല്ല ഇത്. Now, on the other hand, there is a person who is in real need and who's poor, and because of that our heart should overflow in helping somebody else. മറുവശത്ത് വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ദാരിദ്ര്യത്തിലാണ്. ഇങ്ങനത്തെ വ്യക്തിയെ നമ്മൾ സഹായിച്ചാലേ പറ്റത്തുള്ളൂ. So Apostle Paul here is praying that people in Philippi, the believers, their love may overflow with real knowledge and all discernment. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് ഫിലിപ്പിയറിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്: നിങ്ങളുടെ സ്നേഹം പരിജ്ഞാനത്തിലും വിവേകത്തിലും എല്ലാം വർദ്ധിച്ചു വരട്ടെ എന്ന്. Only when love abounds will we be able to determine the second point, what is best and what really matters in the eternal perspective. അപ്പോൾ ഇങ്ങനെ സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ മാത്രമേ നിത്യതയിലുള്ള ആ കാഴ്ചപ്പാടില് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും മെച്ചപ്പെട്ടതും നല്ലതായിട്ടുള്ള കാര്യം എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. For example, only if I love a person a lot, only if my love abounds for a person, only then when that person is admitted in hospital, I will even think whether that person needs help
in making food, whether that person needs help in somebody going to the hospital and staying, whether that person needs some help with money. If I don't have love, none of these things will cross my mind. ഇങ്ങനത്തെ ഒരു സ്നേഹം എന്റെ ഉള്ളിൽ വർദ്ധിച്ചു വന്നാൽ മാത്രമേ എന്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തോ ആരെങ്കിലും അസുഖമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ആ വ്യക്തിക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ, അവിടെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കണോ, വേറെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സഹായം വേണോ വേണ്ടായോ എന്ന് പോലും ഞാൻ ചിന്തിക്കത്തുള്ളൂ. Countless decisions in our lives, they need to be taken out of a heart full of God's love. ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞ ഒരു ഹൃദയം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ദിവസം ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ. Sometimes people say, yeah, it never occurred to me. I never thought about this. The reason is they were not abounding in love. ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ ഇങ്ങനൊന്നും ഞാൻ ചിന്തിച്ചു പോലും ഇല്ലല്ലോ. അതെന്താന്ന് വെച്ചാൽ അവർ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. Now once we take these choices, what will happen? We will be, number 3, filled with fruit of righteousness. അങ്ങനെ ഇങ്ങനത്തെ ഏറ്റവും മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നീതിയുടെ ഫലത്താൽ നമ്മൾ നിറയപ്പെടുന്നത്. This fruit of righteousness is not the righteousness which is imputed to us because we are in Christ Jesus. ഈ നീതി ഫലം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നൽകപ്പെട്ട നീതിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. Because here Apostle Paul most likely has in mind Old Testament passages like Amos 6:12, Psalm 15:2, Proverbs 11:30. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നീതിയെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തില് ആമോസ് 6:12, 75-ാം സങ്കീർത്തനം, 15-ാം സങ്കീർത്തനം, സദൃശ്യവാക്യം 11:30 അവിടെ എഴുതി വെച്ചിരിക്കുന്ന സത്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. Now what Apostle Paul is meaning by fruit of righteousness is that it's the fruit which consists of righteousness that marks a person who belongs to Jesus Christ. ഇവിടെ നീതിഫലം എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതൊരു ഒരു വ്യക്തി ക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നും വരുന്ന ഒരു നീതിയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. He is talking of a fruit of the Spirit that comes when we abide in Christ and when we follow him, follow the way of the cross. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ആ ക്രൂശിന്റെ മാർഗം നമ്മൾ ഏറ്റ് അതിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലത്തിൽ നിന്നും വരുന്ന ഒരു നീതിയുണ്ട്. ആ ഒരു നീതിയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. And when we are filled with fruit of righteousness, what's the result? The fourth point, result is that the believers will be pure and blameless in the day of Christ. അപ്പോൾ നമ്മൾ ഈ നീതി ഫലത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ എന്തുവാണ് സംഭവിക്കുന്നത്? വിശ്വാസികൾ നിർമ്മലരായിട്ടും ഇടർച്ചയില്ലാത്തവരും ആയിട്ട് തീരും യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയത്ത്. Please note that Apostle Paul, even though he kept speaking about positional righteousness, the righteousness which we have in Christ Jesus, യേശുക്രിസ്തുവിൽ നിന്നും യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട് വരുന്ന ആ നീതിയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. even though he speaks about that, അങ്ങനെ അതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും he also speaks about we being pure and blameless in the day of Christ and living in view of the second coming of Jesus Christ. പൗലോസ് അപ്പോസ്തലൻ അതിന്റെ കൂടെ തന്നെ ക്രിസ്തുവിന്റെ വരവിനെ മനസ്സിൽ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിർമ്മലരായിട്ടും ഇടർച്ചയില്ലാത്തവരായിട്ടും ജീവിക്കുവാൻ വേണ്ടി ഉള്ള കാര്യം കൂടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. Dear brothers and sisters, obedience is not legalism. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അനുസരണം എന്ന് പറയുന്നത് ലീഗലിസം അല്ല. അതായത് നിയമവും ചട്ടപ്രകാരം നടന്ന് ഒരു നീതി ഉണ്ടാക്കുന്ന ആ കാര്യമല്ല.
Obedience is the response of a loving heart to a faithful God. അനുസരണം എന്ന് പറയുന്നത് വിശ്വസ്തനായിട്ടുള്ള ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു പ്രതികരണം ആണ്. And once we are in that place, when we are pure and blameless in the day of Christ, what will happen? It will result in glory and praise of God. അങ്ങനെ നമ്മൾ നിർമ്മലരായും ഇടർച്ചയില്ലാതെയും കർത്താവിന്റെ ദിവസത്തിലായിരിക്കുമ്പോൾ എന്തുവാണ് സംഭവിക്കുന്നത്? അത് ദൈവത്തിന് സ്തുതിയും മഹത്വവും കൊടുക്കും. This pure and blameless is not gunamilla doshamilla type of thing. It is something that person is filled with the character of God, with the love of God. ഈ നിർമ്മലരായും ഇടർച്ചയില്ലാത്തവരായി ഇരിക്കുക എന്ന് പറയുമ്പോൾ എന്തുവാ, ഞാൻ ആർക്കും ഗുണവും ചെയ്യുന്നില്ല ദോഷവും ചെയ്യുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയല്ല. ഇവിടെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായി നമ്മൾ അങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ്. You see, Apostle Paul was praying all this not so that at the end of the day the believers in Philippi may be glorified. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തുദ്ദേശത്തോടെയായിരുന്നു ഇതൊക്കെ പറഞ്ഞത്? ഏതായാലും ഫിലിപ്പിയ വിശ്വാസികൾക്ക് എല്ലാ മഹത്വവും കിട്ടണം, അതിനു വേണ്ടി അല്ലായിരുന്നു. You see, let me tell you, sometimes we may be very nice so that we may be thought of as a great person. Sunil brother നല്ല ആളാ, Sunil brother ഒത്തിരി നല്ല ദൈവ മനുഷ്യനാ. Maybe to hear that kind of a thing, maybe that is why we are so nice. ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മള് നല്ല വ്യക്തികളായിട്ട് മാറുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം വേറെ എന്തെങ്കിലും ആയിരിക്കും. സുനിൽ ബ്രദർ ഒരു നല്ല മനുഷ്യനാണ്, എത്ര നല്ല വ്യക്തിയാണ് എന്നൊക്കെ മറ്റുള്ളവരിൽ നിന്നും പ്രശംസ കേൾക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയായിരിക്കും നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. But Apostle Paul prays that no, so for the glory and praise of God. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ആ ഉദ്ദേശത്തോടെ അല്ല ഇത് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വവും സ്തുതിയും ആകട്ടെ. Let me end by confessing something. ഞാൻ ഈ സന്ദേശം സമാപിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് സമ്മതിച്ചു കൊള്ളട്ടെ. In fact, I feel slightly ashamed. എനിക്കാണെങ്കിൽ ആ കാര്യത്തെ കുറിച്ച് മനസ്സിലായപ്പോൾ എനിക്ക് ലജ്ജയുണ്ട്. You see, when I examine my prayer for other people, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയെ ഞാൻ ശോധന ചെയ്തപ്പോൾ I was not really praying that people's love may abound. സത്യം പറഞ്ഞാല് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. I thought that's what they are supposed to do. ഞാൻ വിചാരിച്ചിരുന്നോ അത് അവരുടെ ചുമതലയല്ലേ, അവരല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. Of course, I used to pray that, oh Lord, help them in making good choices and decisions. ദൈവമേ അവർക്ക് നല്ല തെരഞ്ഞെടുപ്പുകളും നല്ല തീരുമാനങ്ങളും എടുക്കുവാൻ അവരെ സഹായിക്കണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. Or once in a while I would say, may your name be glorified in a very, general way. അല്ലെങ്കിൽ ഒരു ജനറൽ രീതിയിൽ ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. It never occurred to me, and I don't even remember people having taught me either through books or through sermons that, Sunil, you should pray for other believers to abound in love. Not just tell them to love one another, but pray that they will abound in love for one another. ഞാൻ മറ്റു ബുക്സിലും കൂടിയോ അല്ലെങ്കിൽ മറ്റ് പ്രസംഗങ്ങളിൽ കൂടിയോ ഈ ഒരു കാര്യം ഗ്രഹിച്ചിരുന്നില്ല. അതായത് സുനിൽ, നീ മറ്റ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം എന്ന്. We have a lot of things to learn, dear brothers and sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. When we are,
children, they don't really know what is the real need. പല പ്രാവശ്യം കുട്ടികൾക്ക് അവരുടെ യഥാർത്ഥ ആവശ്യം എന്തുവാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. Children think that the real need is toys and chocolates and going to restaurants. കുട്ടികൾ പല പ്രാവശ്യം ഇങ്ങനെയാണ്, അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് ചിന്തിക്കുന്നത്. കളിപ്പാട്ടം, അല്ലെങ്കിൽ ചോക്ലേറ്റ്, അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക എന്നൊക്കെ. Believers, how many of you have ever prayed, Lord, help me to walk? വിശ്വാസികളായിട്ടുള്ള നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എന്നെ നടക്കുവാൻ സഹായിക്കണമേ. But Jacob of old, after his hip was dislocated, he would have even prayed, help me to walk because I am weak. പക്ഷെ യാക്കോബ് ആ ദൈവത്തിന്റെ കൂടെ മൽപിടുത്തം ചെയ്തതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, ദൈവമേ എന്നെ നടക്കാൻ ഒന്ന് പഠിപ്പിക്കണമേ, ഞാൻ നിർബലനാണ്. So in other words, what I'm saying is, when we realize that the main commandment of the Lord is to love one another as Jesus loved, and when we realize that, oh, we need his strength, we need his power for that, that is when that realization will turn into an earnest prayer, not only for ourselves but for others. ചുരുക്കം പറഞ്ഞാല് യേശു ക്രിസ്തുവിന്റെ ഈ കൽപ്പന, യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ള കൽപ്പന നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണമെങ്കിൽ, ദൈവമേ എനിക്ക് എത്രമാത്രം അങ്ങയുടെ ശക്തിയുടെയും ബലത്തിന്റെയും ആവശ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Loving Heavenly Father, how we need to be taught to pray. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, പ്രാർത്ഥിക്കുവാൻ എന്തുമാത്രം ഞങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. Oh Lord, many of us, we have been like kids and have not really grown up in our understanding of our own needs. കർത്താവേ, പല പ്രാവശ്യം ഞങ്ങൾ കൊച്ചു കുട്ടികളെ പോലെയാണ്, ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടിരുന്നില്ല. How we need your help that we may abound in love for one another. അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എന്തുമാത്രം വേണം ദൈവമേ, അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ അന്യോന്യമുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരാൻ പറ്റത്തുള്ളൂ. So that we may be able to discern what is good and excellent. നല്ലതായിട്ടുള്ളതും ഏറ്റവും മേന്മയായിട്ടുള്ള കാര്യങ്ങള് തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം അന്നേരം മാത്രമേ ഞങ്ങൾക്ക് വരത്തുള്ളൂ. That we will be filled with fruit of righteousness. അങ്ങനെയാകുമ്പോൾ മാത്രമേ നീതിഫലത്താൽ ഞങ്ങൾ നിറയപ്പെടത്തുള്ളൂ. That we may be pure and blameless at the coming of Jesus Christ. അങ്ങനെയാകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ വരവിന്റെ ദിവസത്തിൽ ഞങ്ങൾ നിർമ്മലരായും ബ്ലെയിംലെസ് ആയിട്ടും ഇരിക്കത്തുള്ളൂ ദൈവമേ. That we will be for the praise and glory of God. അങ്ങനെയായിരിക്കുമ്പോൾ മാത്രം ഞങ്ങൾ ദൈവത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനും ആയി തീരത്തുള്ളൂ. May your people be blessed with this word. ഈ വചനത്താൽ അങ്ങയുടെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. In Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ.